നല്ലവരായ സഹോദരന്മാരെ, SKSF-ൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, SKSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ബഹുജന സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഈ സംഗമം സ്വാലിഹായ അമൃത സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ആത്മീയത മുഖംമൂടിയല്ല എന്ന കാലിക പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ ആചരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവിടെ നാം സമ്മേളിച്ചിട്ടുള്ളത്. ഇന്ന് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ആത്മീയത. കള്ള സിദ്ധന്മാരുടെയും സിദ്ധകളുടെയും പ്രവർത്തനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകളെപ്പോലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്തകളും പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ ആത്മീയത, അതിനെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നാം മുന്നോട്ട് വരേണ്ടത് വളരെ അനിവാര്യതയാണ്. വിധി ആശയക്കാരും അതുപോലെ തന്നെ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനക്കാരുമൊക്കെ തന്നെ ആത്മീയതയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലുള്ള കള്ള നാണയങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ തന്നെ എന്നും ഉണർന്നു പ്രവർത്തിച്ചിട്ടുള്ള മഹത്തായ പ്രസ്ഥാനമാണ്. SKSF കഴിഞ്ഞ കാലങ്ങളിൽ ജീർണതയ്ക്കെതിരെ ജിഹാദ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ തന്നെ പ്രദേശങ്ങളിൽ വ്യാജ ത്വരീഖത്തുകൾക്കെതിരെയും വ്യാജ ഷെയ്ഖുമാർക്കെതിരെയും ഒക്കെ തന്നെ ഉത്ബോധനങ്ങൾ നടത്തി സമൂഹത്തെ ഉത്ബുദ്ധരാക്കിയതാണ്. ഇന്ന് ഈ ചിന്താഗതിക്കാർ ഇത്തരത്തിലുള്ള കള്ള സിദ്ധന്മാരെയും മറ്റും പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ, സമസ്തയുടെ പേരിൽ ആരോപിച്ചുകൊണ്ട് സമസ്ത അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ആത്മീയത അത് സമൂഹത്തിന് ആവശ്യമാണ്. അതാണ് സമസ്തയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ തന്നെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം വ്യാജ ത്വരീഖത്തുകളും വ്യാജ ഷെയ്ഖുമാരുമൊക്കെ തന്നെ ഇന്ന് സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തെ ഉത്ബുദ്ധരാക്കാൻ SKSF-ൻ്റെ ഓരോ പ്രവർത്തകന്മാരും മുന്നോട്ട് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അതുപോലെ തന്നെ മത നിരാസ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മതമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നുള്ളത്. ഇപ്പോഴുള്ള 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മതമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന തരത്തിലുള്ള, അതിനുവേണ്ടി പ്രചോദനമേകുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം നാം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നമ്മുടെയൊക്കെ തന്നെ SKSF-ൻ്റെ എല്ലാ യൂണിറ്റുകളിലും ഇന്ന് മഗ്‌രിബിന് ശേഷം പ്രതിഷേധ പ്രകടനം നടത്തുവാനും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മുടെ ജില്ലയിൽ വേണ്ടത്ര ഉപരിപഠനത്തിന് വേണ്ടത്ര സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ അതിന് ഗവൺമെൻറ്റിനെ ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തണം. അതിനുവേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനം നമ്മുടെ എല്ലാ യൂണിറ്റിലും നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ തന്നെ ശാഖകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രവർത്തനവും വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെയൊക്കെ തന്നെ പിന്തുണയും പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമൃത സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റുകയും ചെയ്യുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് അല്ലാഹു ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ
وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, പ്രിയപ്പെട്ട റഹ്മത്തുള്ള കാസിമി അവറുകളെ, MP കടുങ്ങല്ലൂർ, മറ്റ് ഇവിടെ സന്നിഹിതരായ ഉലമാക്കളെ, നേതാക്കളെ, SKSSFൻ്റെ കർമ്മധീരരായ ഭടന്മാരെ, സഹോദരങ്ങളെ, സ്വാഗത പ്രസംഗത്തിൽ കേട്ടതുപോലെ ഇന്ന് സിദ്ധന്മാരുടെയും സിദ്ധകളുടെയും വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനാവാതെ സാധാരണക്കാരായ ആളുകൾ സംശയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇസ്ലാമെന്നോ എന്താണ് ശരീഅത്തെന്നോ എന്താണ് ഖുർആനെന്നോ അറിയാത്ത ചിലർ ജനിച്ചു വീണത് തന്നെ കേവല ഭൗതിക രാഷ്ട്രീയത്തിലാണ്. അങ്ങനെയുള്ള ആളുകൾ ആത്മീയതയെ ചോദ്യം ചെയ്യാനും അതിനെക്കുറിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും മുന്നോട്ട് വന്നിരിക്കുന്നു. മതസംഘടനകളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം കുറേ കാലമായി ആത്മീയതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഈ അവസരത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആത്മീയത, അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. മറ്റുള്ളവരെക്കുറിച്ച് പറയാൻ നമുക്കത് അറിയില്ല. അറിയാത്തത് പറയുന്നത് ശരിയല്ലല്ലോ. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക കഴിവുകൾ നൽകും. ആ വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമാണ് പ്രവാചകന്മാർ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല അത്ഭുതകരമായ കഴിവുകളും നൽകിയിട്ടുണ്ടായിരുന്നുവെന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദും പാർട്ടികളും അഗ്നികുണ്ഡത്തിലെറിഞ്ഞു.
ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കുറെ പക്ഷികളെ അറുത്ത് കഷ്ണിച്ച് കലർത്തി മലകളുടെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ അവയെ വിളിച്ചു. ആ പക്ഷികൾ പൂർവസ്ഥിതി പ്രാപിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിലേക്ക് പറന്നു വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ നബിയായി നിയോഗിച്ചപ്പോൾ ഫിറഔനിൻ്റെ കൽപ്പന പ്രകാരം ഒരു വിഭാഗം ആളുകൾ ജാലവിദ്യ നടത്തി, ആഭിചാരം നടത്തി, കുറേ പാമ്പുകളെ പുറത്തുവിട്ടു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയും നിലത്തിട്ടപ്പോൾ ആ വടിയും ഒരു പാമ്പായി രൂപാന്തരപ്പെട്ട് മറ്റുള്ളവരുടെ പാമ്പുകൾ മുഴുവനും വിഴുങ്ങി. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ചികിത്സയിലൂടെ വൈദഗ്ധ്യം കാണിച്ചിരുന്ന ആളുകളെ അതിജീവിച്ചുകൊണ്ട് വെള്ളപ്പാണ്ടുകാരെയും ജാത്യാന്തരെയും ഈസാ നബി അലൈഹിസ്സലാം സുഖപ്പെടുത്തി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം അത്ഭുത സംഭവങ്ങൾ വെളിപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പോൾ പ്രവാചകർ മുഖേന പല അത്ഭുത കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രവാചകരല്ലാത്ത ആളുകൾ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്കൊത്ത് യഥാർത്ഥ രൂപത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു പല സഹായങ്ങളും നൽകും. അവരിൽ നിന്ന് പല അത്ഭുതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തും. അവർക്ക് മലക്കുകളുടെ സഹായം ഉണ്ടായിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആൻ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങും. മലക്കുകൾ പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ് ഈ ലോകത്തും പരലോകത്തും. ഈ ലോക ജീവിതത്തിലും അതിനുശേഷമുള്ള പരലോക ജീവിതത്തിലും മലക്കുകൾ സഹായികളായി വർത്തിക്കുന്ന ഒരാൾക്ക് അയാളിൽ നിന്ന് പല അത്ഭുതങ്ങളും വെളിപ്പെടുത്താൻ സാധിക്കും മലക്കുകളുടെ സഹായത്തോടു കൂടി. ധാരാളം ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിൻ്റെ മേലിൽ സത്യം ചെയ്താൽ ഇന്ന കാര്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെ ഉണ്ടാക്കി കൊടുക്കും. അയാളുടെ സത്യത്തിൽ യാതൊരു പിഴവും വരാതെ അത് സത്യസന്ധമായി പുലരും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്തരത്തിലുള്ള പല ആളുകളെയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹാബിമാരിൽ തന്നെ പല ആളുകളും അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
തുടങ്ങിയുള്ള ആളുകളും ഈ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. അവരിൽ നിന്നും പലവിധത്തിലുള്ള അത്ഭുത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ നിന്ന് പലരുടെയും ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതൊന്നും നീട്ടിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ വെളിപ്പെടുത്തും എന്നതിന് ധാരാളം ചരിത്രങ്ങളുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ സംഭവം വിശുദ്ധ ഖുർആൻ തന്നെ വിവരിക്കുന്നു. ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ആരാണ് എൻ്റെ മുമ്പിൽ എത്തിക്കുക എന്ന് ഫലസ്തീനിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ യമനിൽ നിന്ന് അത് ഞാൻ കൊണ്ടുവരാം, ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, താങ്കളുടെ ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നായിരുന്നു ശക്തനായ ഒരു ജിന്നിൻ്റെ പ്രതികരണം. ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി, ഖുർആൻ തന്നെ പറഞ്ഞതാണ്. താങ്കളുടെ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാം എന്നാണ് ശക്തനായ ഒരു ജിന്ന് പറഞ്ഞത്. പക്ഷേ അതേ അവസരത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, വഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, ഒരു മനുഷ്യൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തർതദ്ദ ഇലൈക തറഫുക്, ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക്, താങ്കൾ കണ്ണ് ചിമ്മി മേയ്ക്കുന്നതിൻ്റെ മുമ്പായി ആ സിംഹാസനം ഞാൻ താങ്കളുടെ മുമ്പിൽ എത്തിക്കാം. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദ, അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം കണ്ണ് ചിമ്പി മൊഴിച്ചു നിൽക്കുന്നതിനിടയിലായി യമനിൽ നിന്ന് ബൽഖീസിൻ്റെ ആ സിംഹാസനം ഫലസ്തീനിൽ കൊണ്ടുവരാൻ ഒരു മനുഷ്യന് സാധിച്ചു. ഇത്തരത്തിലുള്ള അത്ഭുത സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ നിന്ന് വെളിപ്പെടുത്തുമെന്നതിന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സാക്ഷിയാണ്, തെളിവാണ്. അതുകൊണ്ട് ഇസ്ലാമിനതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. മുസ്ലിംകൾ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ച് എല്ലാ ആളുകളും ഷെയ്ഖും വലിയുമായി ചമയുമ്പോൾ അത് അംഗീകരിക്കുന്നവരല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ. ഇവിടെ സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളികൾക്കൊരു പതിവുണ്ട്. എന്ത് വേണ്ടാവൃത്തി ജനങ്ങൾക്കിടയിലുണ്ടായാലും അത് നമ്മുടെ കണക്കിൽ എഴുതി ചേർക്കും. അതൊക്കെ അംഗീകരിക്കുന്നവരാണ് നാം എന്ന അർത്ഥത്തിൽ. സത്യത്തിൽ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായി വരുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നവരല്ല ഇവിടുത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ പോഷക ഘടകങ്ങളും സമസ്തയെ അനുസരിച്ച് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ. ഒരുപാട് മഹാന്മാർ നമ്മുടെ കേരളക്കരയിൽ തന്നെ കടന്നുപോയിട്ടുണ്ട്. അവരിൽ നിന്നും അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. കട്ടിലശ്ശേരി ആലിം മുസ്ലിയാർ, അദ്ദേഹം ഈ നാട്ടുകാരനാണ്, കഴിഞ്ഞുപോയ മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പലരും പറഞ്ഞു കേൾക്കുന്നതായി നമുക്കറിയാം. ആളുകൾ
മഴ കിട്ടാതെ വിഷമിക്കുമ്പോൾ മഹാനവറുകളെ സമീപിക്കും. മാത്രമല്ല, അവരെന്തെങ്കിലും പാരിതോഷികം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്യും. അദ്ദേഹം അതെടുത്ത് കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവനെ, ഈ ആളുകൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു. അവരിതാ എനിക്കൊരു പാരിതോഷികവും നൽകിയിട്ടുണ്ട്. ഇതെനിക്ക് ഹലാലാകണമെങ്കിൽ നീ മഴ വർഷിപ്പിക്കണം. അതുകൊണ്ട് നീ മഴ വർഷിപ്പിക്കണമേ. ഈ പ്രാർത്ഥന കഴിയുന്നതോടുകൂടി മഴ വർഷിച്ചിരുന്നു എന്ന് നമ്മുടെ പഴമക്കാരിൽ നിന്ന്, അനുഭവസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ നീട്ടിപ്പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അതേ അവസരത്തിൽ ഈ ഔലിയ ചമഞ്ഞ്, ഷെയ്ഖ് ചമഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇവിടെ ധാരാളമുണ്ട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാവതല്ല. ഷെയ്ഖുമാരുടെ ചരിത്രം പറയുന്നിടത്ത് ഷെയ്ഖ് മുറബ്ബി ആരാണെന്ന് വിവരിച്ചതിന് ശേഷം ആ തരത്തിലുള്ള ഷെയ്ഖ് മുറബ്ബികൾ എക്കാലത്തും ഉണ്ടാകും. പക്ഷേ ഈ കാലഘട്ടത്തിൽ അവർ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചിരിക്കുകയാണ്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഷെയ്ഖുമാർ ധാരാളം പുറത്തു വന്നപ്പോൾ സത്യത്തിലുള്ള ഷെയ്ഖുമാരെയും ആ കണ്ണുകൊണ്ടാണ് ജനങ്ങൾ കാണുക. അതുകൊണ്ട് അവർ രംഗത്ത് നിന്ന് പിന്മാറിയിരിക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഷെയ്ഖുമാരുടെ പ്രവേശനം കാരണം എന്ന് ഷെയ്ഖ് മുറബ്ബിയെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കാലമായി തന്നെ ഈ മുഖമൂടി ധരിച്ച ഷെയ്ഖുമാർ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഷെയ്ഖുമാർ ഇവിടെ രംഗത്തിറങ്ങി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യസന്ധരായ ഷെയ്ഖുമാർ രംഗത്ത് നിന്ന് പിന്മാറിയതും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സത്യസന്ധരായ ആളുകളെ വേർതിരിച്ച് കാണുകയും ഡ്യൂപ്ലിക്കേറ്റുകളെ വേർതിരിച്ച് കണ്ട് അകറ്റി നിർത്തുകയും വേണം. പക്ഷെ അത് ഈ വേർതിരിക്കൽ തന്നെ സത്യസന്ധമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, ഏതെങ്കിലും ദുരുദ്ദേശപൂർവമായിരിക്കരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമാകരുത്. സത്യസന്ധമായി ആ കാര്യം മനസ്സിലാക്കണം. ഇവിടെ പാണക്കാട് കുടുംബത്തെ പരിശോധിക്കാൻ ചിലർ മുന്നോട്ട് വരുന്നു എന്ന് പത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പാണക്കാട് കുടുംബത്തെ പരിശോധിക്കാൻ യാതൊരു വിരോധവുമില്ല. അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം കേരളത്തിലുള്ള മുസ്ലിംകൾക്കൊക്കെ അറിയാം. അവിടെ ആർക്കും കാണാൻ പറ്റാത്ത ഒരു കാര്യവും നടക്കുന്നില്ല. അവിടെ വരുന്ന ആളുകൾക്ക് ചിലർക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. അതിനാവശ്യമായ ഉപദേശനിർദ്ദേശങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു. ചിലർക്ക് വേണ്ടത് ചികിത്സയാണ്. അതിനാവശ്യമായ മരുന്നും മന്ത്രവും അവിടുന്ന് ലഭിക്കുന്നു. മന്ത്രം മുഖേന ചികിത്സിക്കാമെന്ന് ഇസ്ലാമിലുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം എന്നാരോ ഒരാൾ പറഞ്ഞതായി പത്രത്തിൽ വായിച്ചു. അയാൾക്ക് അങ്ങനെ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവുമോ? ഇസ്ലാമിലുണ്ട്, ഇന്ന കിതാബിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ
ഫാത്തിഹാ സൂറത്ത് മന്ത്രിച്ച് രോഗം ശമിപ്പിക്കുകയും അതിന് പ്രതിഫലം വാങ്ങുകയും ചെയ്തു സഹാബിമാർ എന്ന ചരിത്രം വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചാൽ ഈ പറഞ്ഞ ആൾക്ക് മനസ്സിലാവുമോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മന്ത്രങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അദ്ഹിബിൽ ബഅ്സ റബ്ബന്നാസ് വശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാ ലാ യുഗാദിറു സഖ്മൻ വലാ അലമ. ഉദാഹരണമാണ്. ഇങ്ങനെ ധാരാളം മന്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലം മുതൽക്കേ അവിടെ നടന്നിരുന്നു ചില മന്ത്രങ്ങൾ. സഹാബിമാരിൽ ചിലർ ഞങ്ങൾ മുമ്പും മന്ത്രിച്ചിരുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഏറിലു അലയ്യ റുക്കാക്കും, നിങ്ങളുടെ മന്ത്രം എന്താ നിങ്ങൾ മന്ത്രിക്കുന്നത് എനിക്ക് കാണിക്കുക. എന്നിട്ട് പറഞ്ഞു, ലാ ബഅ്സ ബിർറുക്കാ ലൈസ ഫീഹി ശിർക്ക്, റവാഹു മുസ്ലിം. ശിർക്കില്ലാത്ത മന്ത്രത്തിന് യാതൊരു വിരോധവുമില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ മരുന്നുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ നിർദ്ദേശിച്ചിരുന്നു. കരിഞ്ജീരകത്തെക്കുറിച്ച് പറഞ്ഞു. അത് വലിയ ഒരു മരുന്നാണ്. ഒരുപാട് രോഗത്തിന് അതുകൊണ്ട് ശമനം ലഭിക്കും. തേൻ അത് മരുന്നാണ്. ഒരുപാട് രോഗത്തിന് അതിനൊരു ശമനം ലഭിക്കും. സുനാമക്കി അതൊരു മരുന്നാണ്. അതുകൊണ്ട് ഒരുപാട് രോഗത്തിന് ശമനം ലഭിക്കും. ഇങ്ങനെ മരുന്നുകളുടെ ചികിത്സയും നിർദ്ദേശിച്ചിരുന്നു. മന്ത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്നു. അതാണ് ഇവിടെ പാണക്കാട് നടക്കുന്നത്. പരിശോധിക്കാം. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റ് ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജ്‌ലിസ് ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് പറയണത്, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായി. പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഷെയ്ഖ് മുറബ്ബിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ കുറേ മുരീദമാരും ഖലീഫമാരുമൊക്കെ ഉണ്ടായിരുന്ന ആലുവ സുൽത്താൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കൾ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടു, സംസാരിച്ചു. അദ്ദേഹം ഉൾക്കൊണ്ട ഒരു പുസ്തകത്തിലെ ഒരു കഥ എടുത്തിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ ഷെയ്ഖിൻ്റെ പുസ്തകത്തിൽ കുൻ എന്ന് പറഞ്ഞാൽ അത് 5 ഹർഫുകളാണെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇവരാണെന്നും നിങ്ങളുടെ ഷെയ്ഖിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ, എന്താണത്? എങ്ങനെ കുൻ 5 ഹർഫായത്? കാഫ് 1, അതിൻ്റെ ലമ്മ് മറ്റൊരു ഹർഫ്, നൂനിൻ്റെ വളയൽ ഒരു ഹർഫ്, അതിൻ്റെ പുള്ളി ഒരു ഹർഫ്, അതിൻ്റെ സുക്കൂൻ ഒരു ഹർഫ്, ഇങ്ങനെയാണ് 5 ഹർഫ്. അപ്പോൾ ഈ 5 ഹർഫുകളാണത്. ഈ 5 ഹർഫുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പാക്കെ പഞ്ചത്തൻ, 5 പരിശുദ്ധാത്മാക്കളാണ്. അത് റസൂലുള്ള, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്തിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണത് എന്നാണ് മുഫസ്സിറുകളൊക്കെ പറയുന്നത്. ഒരു കാര്യം ഉണ്ടാകണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ അതിനോട് കുൻ എന്ന് പറയും. അപ്പോൾ അതുണ്ടാകും എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഇറാദ, ആ ഇറാദയെക്കുറിച്ച് പറയുന്നതാണ് കുൻ. അപ്പോൾ ഇതെന്താ നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ? അത് നിങ്ങൾക്ക് തിരിയില്ലാറുണ്ട്. വേഗമുള്ള മറുപടിയാണല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവൂല, നിങ്ങൾക്കത് മനസ്സിലാകൂല. ഒരാളെ പറഞ്ഞു തന്നു, ഇയാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആളിപ്പോൾ ഇന്ന് രാജിവെച്ച് പോന്നു. അയാൾക്ക് തിരിയെന്ന് പറഞ്ഞപ്പോൾ ആ ആളവിടെ ഉണ്ട്, അയാളറിന്ന് രാജിവെച്ച് പോന്നു. അങ്ങനെ പലരും രാജിവെച്ച് പോരുകയാണ്.
അപ്പം ഈ തരത്തിലുള്ള ഡ്യൂപ്ലിക്കറ്റുകൾ ഇവിടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ശരിയാണ്. അതേതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. അതിന് ഈ ഡ്യൂപ്ലിക്കറ്റുകളുടെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും അവരെ തരം താഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥ വന്നാൽ കേരളത്തിലുള്ള മുസ്ലിംകൾ അത് അനുവദിക്കുകയില്ല. ഭരിക്കുന്ന കക്ഷിയായിരുന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായിരുന്നാലും ശരി, പോഷക ഘടകങ്ങളെ നിയമം കയ്യിലെടുക്കാൻ അനുവദിച്ചുകൊണ്ട് നാട്ടിലാകെ കുഴപ്പം സൃഷ്ടിക്കാൻ ആരും മെനക്കെടരുത്. അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കും. അതിൻ്റെ അനന്തരഫലം അപകടകരമാണ്. ആ കാര്യവും കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ സംസാരം കൂടുതൽ നീട്ടുന്നില്ല. സത്യത്തിൽ മഹാന്മാരായ ആളുകൾ, ഔലിയാക്കൾ ഈ ലോകത്തുണ്ട്. അവരിൽ നിന്ന് പല അത്ഭുതങ്ങളും വെളിപ്പെടും. അള്ളാഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകൾ അഹ്ലു ബൈത്ത്, അവരെ ആദരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിച്ചതാണ്. അവരിൽ നിന്ന് പല ഗുണങ്ങളും ആളുകൾക്ക് ലഭിക്കും. അതൊക്കെ ഇവിടെ മുഖമൂടി അണിഞ്ഞ ആത്മീയതയാണ് എന്ന് ആളുകൾക്കിടയിൽ പറഞ്ഞു പരത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചുരുക്കത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള ആ ബഹുമാനം തന്നെ ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഏർപ്പാട് നിർത്തണം. മതമില്ലാത്ത ജീവൻ നിങ്ങൾ കണ്ടില്ലേ? അതാണ് കാലം. കുട്ടികളെ പഠിപ്പിക്കുകയാണെന്ത്? മതമില്ലാത്ത ജീവൻ. ഒരാളുടെ പേര് ജീവനാണ്. ഏത് മതം? ഒരു മതമല്ല. വരാൻ പോകുന്ന 7ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ഒരു അധ്യായമാണ് മതമില്ലാത്ത ജീവൻ. അപ്പം ഈ നിർമ്മതത്വം, മതമില്ലായ്മ, കേവല മനുഷ്യൻ, ഈ തരത്തിൽ കേവല മനുഷ്യനെ വാർത്തെടുക്കുന്ന വിധത്തിലാണ് ഇവിടെ വരാൻ പോകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ വിശ്വാസം, മതം, അള്ളാഹു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് കേവല ഭൗതിക മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ പാഠ പദ്ധതികളാണ് ഇവിടെയൊക്കെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തരത്തിലുള്ള ആളുകൾക്ക് ആരെക്കുറിച്ചും പറയാം, എന്തും പറയാം. അവർക്ക് അടിത്തറയില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നല്ലതിനെ തിരിച്ചറിഞ്ഞ് ചീത്തയെ തിരിച്ചറിഞ്ഞ് നല്ലതിനെ ഉൾക്കൊള്ളാനും ചീത്തയെ തള്ളിക്കളയാനും നാം മുന്നോട്ട് വരണമെന്നത് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതൊരു വാക്യത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റു പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, ഇവിടെ ആത്മീയത മുഖമൂടിയല്ല എന്നുള്ള ഒരു ചർച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗമാകുന്ന SKSSF സംഘടിപ്പിച്ചതിൻ്റെ സാഹചര്യം നാം ഇവിടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേവലം ഒരു ചർച്ചയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ബഹുജന സംഗമത്തോടെ അവസാനിപ്പിക്കേണ്ട വിഷയമല്ല ഇത്. ഇവിടെ കപട ആത്മീയതയെ രംഗത്ത് കൊണ്ടുവരാനും കപട ആത്മീയതയെ പ്രചരിപ്പിക്കുവാനുമൊക്കെ എല്ലാവിധ ആളുകളും തയ്യാറായി വരുമ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് ഇവിടെ അനിവാര്യമായ ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതുപോലെ അതിൻ്റെ പോഷക ഘടകങ്ങളും ഇവിടെ നിർവഹിക്കേണ്ടതും എന്നാണ് ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടത്. യഥാർത്ഥ ആത്മീയതയെ മനസ്സിലാക്കി കൊടുക്കാൻ ആളുകളില്ല. യഥാർത്ഥ ആത്മീയതയെ ഇവിടെ പ്രചരിപ്പിക്കാൻ ആളുകൾ വളരെ കുറഞ്ഞു വരികയാണ്. ബഹുമാനപ്പെട്ട ഖാസിമി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് അവരുടെ കാലഘട്ടത്തിൽ വരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വ്യാജന്മാരാകുന്ന ഒട്ടനേകം ആളുകൾ ഇവിടെ കടന്നു വന്നപ്പോൾ അവർ വ്യാജന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പ് യഥാർത്ഥമായ ആത്മീയത എന്താ എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നല്ലോ.
ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരു ത്വരീഖത്ത് സംബന്ധമായ ഒരു ചർച്ച വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചില പ്രവർത്തകന്മാരൊക്കെ ആ ഒരു പിഴച്ച ത്വരീഖത്തിൽ പെട്ടുപോകുന്നു എന്നുള്ള സാഹചര്യത്തെത്തിയപ്പോ നീണ്ട 6 വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിച്ച് എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി ബഹുമാനപ്പെട്ട ഉലമാ കേരളത്തിലെ ജനങ്ങളെ അറിയിച്ച് ആ വിഭാഗം പിഴച്ചവരാണ് എന്ന് പ്രഖ്യാപിച്ചത് നമുക്കറിയാം. ആ സമയത്തും ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ സമ്മതിക്കേണ്ട കാര്യങ്ങൾ സമ്മതിക്കാതെ പരിശുദ്ധ ദീന് അനുവദിക്കാത്തതിനെ അനുവദിച്ചുകൊണ്ട് ഹക്കായ ത്വരീഖത്തിന്റെ പേരുകളിൽ വ്യാജന്മാര് വിലസുമ്പോൾ ഇന്ന് അവരുടെ വീടുകൾ കേന്ദ്രങ്ങളുമൊക്കെ റെയ്ഡ് നടത്തുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയായി കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പത്രങ്ങളിലൊക്കെ ആലുവയിലെ യൂസുഫ് എന്ന മനുഷ്യന്റെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തിയ വാർത്ത വന്നപ്പോ നാം ഒക്കെ സ്ഥിരമായി വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രത്തിൽ ഈ വാർത്ത കണ്ടില്ല. ഈ വാർത്ത കണ്ടില്ല. നാം ഒക്കെ വരുത്തുന്ന ഒരു പത്രത്തിൽ റെയ്ഡ് നടത്തിയ വാർത്ത വന്നില്ല. മറിച്ച് ഈ ത്വരീഖത്തിന്റെ ഈ പടച്ച വിഭാഗത്തിൽ നിന്ന് പണം വാങ്ങി നല്ല ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചതാണ് നാം ഒക്കെ വാങ്ങുന്ന പത്രത്തിൽ വരെ കണ്ടത്. എന്താ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? പണം കൊണ്ട് ആരെയും എന്തിനേയും എങ്ങനെയും ബോധ്യപ്പെടുത്തുവാനും പ്രചരിപ്പിക്കുവാനും ഇവിടെ സൗകര്യമുണ്ട്. അതുകൊണ്ട് എല്ലാ മീഡിയകളും എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ പണത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാകുമ്പോൾ സമസ്ത മാത്രമാണ്, SYS മാത്രമാണ്, SKSSF മാത്രമാണ് ഈ സാദാത്തുകളെയും ഉലമാഇനെയും പിൻപറ്റി ജീവിക്കുന്ന ഈ ഒരു സംഘടിതമായ സംവിധാനത്തിനു മാത്രമാണ് ഹക്കായ ദീന ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് കപട ആത്മീയതയെ ബോധ്യപ്പെടുത്താനും പ്രചരിപ്പിക്കുവാനും ഒക്കെ സർക്കാർ വരെ ഏജൻസികളെ വെച്ച് പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥ ആത്മീയതയെ നാം ഒന്ന് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മമ്പുറത്തെ ഖുതുബുസ്സമാൻ തങ്ങൾ ആരാണെന്ന് ബോധ്യപ്പെടുത്തണം, ആരാണ് ബാഫഖി തങ്ങൾ എന്ന് ആരാണ് മഖ്ദൂം പണ്ഡിതന്മാർ എന്ന് ബോധ്യപ്പെടുത്തണം, ആരാണ് പൂക്കോയ തങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തണം, ആരാണ് ശംസുൽ ഉലമ എന്ന് ബോധ്യപ്പെടുത്തണം, ആരാണ് നമ്മുടെ ആലിമീങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തണം. ഇവരുടെ ആത്മീയതയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഇന്ത്യ രാജ്യത്തിന് വരെ മറക്കാൻ പറ്റാത്ത ആത്മീയതയാണ് പാണക്കാട് സാദാത്തുക്കളുടെ ആത്മീയത എന്ന് രാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങളും, ഇനി മതമില്ലാത്തവരാണെങ്കിൽ പോലും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഈ പരിശുദ്ധമായ ദീനീ പ്രവർത്തനത്തെ ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കെട്ടിക്കാൻ വേണ്ടി എന്താ നിർവഹിച്ചത് നമുക്കറിയില്ലേ? മുജാഹിദുകൾക്ക് ഒരു സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, തബ്ലീഗിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു വിഭാഗത്തിനും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മൈക്കുകൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ പള്ളികളിൽ നിന്ന് വാങ്കുവിളിയുടെ സമയം വരെ നിസ്കാരത്തിന്റെ സമയം അറിയിക്കാൻ വേണ്ടി നഗാര അടിക്കുന്ന ഒരു കാലമുണ്ട്. എന്നാൽ അസമയത്ത് പള്ളിയിൽ നിന്ന് നഗാരയുടെ ശബ്ദം പൂക്കോട്ടൂരിലെ പഴയ ജുമുഅത്ത് പള്ളിയിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ജനങ്ങൾ തടിച്ചുകൂടുന്നു. എന്താണ് വിഷയം? നിസ്കാര സമയമല്ലോ, പിന്നെ എന്തിനാ പള്ളിയിൽ മുട്ടിയത്? പ്രിയപ്പെട്ട വിശ്വാസികളോട് പള്ളിയിലെ മിഹ്റാബിൽ നിന്ന് കൊണ്ട് പണ്ഡിതൻ പറയുന്നത് ബ്രിട്ടീഷുകാരൻ നമ്മെ ആക്രമിക്കാൻ കോഴിക്കോട്ടുനിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് സമരമുഖത്തേക്ക് എടുത്തു ചാടണമെന്ന. എങ്ങനെയാണ് സമരമുഖത്തേക്ക് എടുത്തു ചാടുക? തീ തുപ്പുന്ന പീരങ്കിയുമായി വരുന്ന ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ എങ്ങനെ നാം മുന്നിട്ടിറങ്ങും? ബഹുമാനപ്പെട്ട ഉസ്താദുമാര് പറയുന്നു, നിങ്ങൾ ബദർ ബൈത്ത് ചൊല്ലിക്കോ, നിങ്ങൾ ഖുതുബിയ്യത്ത് ചൊല്ലിക്കോ, നിങ്ങൾ അസ്ഹാബുൽ ബദർ ബൈൽ ഖുർആൻ ഓതിക്കോ, നിങ്ങൾ പരിശുദ്ധ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചോ. ആത്മീയതയുടെ നേടിയെടുത്ത പരിശുദ്ധമായ സ്വാതന്ത്ര്യമാണ് മഹാനാകുന്ന സമസ്തയുടെ സ്ഥാപക നേതാവ് പാങ്ങിൽ ഉസ്താദിന്റെ പ്രോജ്വല പ്രഭാഷണമായിരുന്നു ഒരു കാലം ബ്രിട്ടീഷുകാർക്കെതിരിൽ മുസ്ലിം ഉമ്മത്തിനെ സജ്ജരാക്കിയത്. ഇങ്ങനെ തുടങ്ങിയിട്ട് രാജ്യത്തെ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി വരെ ഈ ആത്മീയതക്ക് വലിയ സ്ഥാനമുണ്ടെങ്കിൽ ഇന്ന് ആ ആത്മീയതയെ പരിചയപ്പെടുത്താൻ പാങ്ങിൽ ഉസ്താദിന്റെ പിൻഗാമികള്, പൂക്കോയ തങ്ങളെ പിൻഗാമികള്, ബാഫഖി തങ്ങളെ പിൻഗാമികള്, ഈ സാദാത്തുക്കളെ സംവദിക്കുന്ന പ്രിയപ്പെട്ട SKSSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് നിർവഹിക്കുന്നത്. മാൽമീയത മുഖംമൂടിയല്ല എന്നുള്ള ഈ ക്യാമ്പയിന് നമ്മുടെ മഹല്ലത്തുകളിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. ജിന്നുകൾ, പിശാചുകൾ, ബീവിമാർ എന്ന് പറഞ്ഞ്
കപട വേഷധാരികൾ കടന്നു വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് വരെ വെള്ളത്തിന്റെ കുപ്പിയുമായി നടന്നു നീങ്ങുമ്പോ പിടിച്ചു വെക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാണ്. നല്ലവരാകുന്ന പണ്ഡിതന്മാരെയും സാദാത്തുക്കളെയും റെയ്ഡ് നടത്തണമെന്ന് രാഷ്ട്രീയക്കാരും യുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലെ തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകളുമൊക്കെ ലോകത്തോട് പറയുമ്പോ സത്യത്തിന് ഇവിടെ എന്നും ആത്മീയമായ ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകരേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാണ്. അതുകൊണ്ട് ഈ ക്യാമ്പയിൻ നിങ്ങൾ ഏറ്റെടുക്കുക, മഹല്ലത്തുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞ് ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ച നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു പ്രവർത്തനമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.